കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംഭാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ സംഭാരം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. നമ്മളിന്ന് വെറൈറ്റി ആയിട്ടാണ് ഇന്ന് സംഭാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ സംഭാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വെറൈറ്റി സംഭാരം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അത് സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ അതേ മെയിനായിട്ട് നമ്മൾ ഈ സംഭാരത്തിൽ നമ്മുടെ ചെറുനാരങ്ങയുടെ ഇലയില്ലേ അതെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ചെറുനാരങ്ങയുടെ ഇല നമ്മൾ സംഭാരത്തിലിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഈ ചൂട് സമയത്ത്, പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് നമുക്ക് ഇതും കൂടി ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. മറ്റൊന്നും വേണ്ട. നമുക്ക് ദാഹത്തിന് ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഇഞ്ചി, നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടിയിട്ട് നമ്മുടെ ഈ നാരങ്ങയുടെ ഇലയും നമ്മളിതിലിടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് കുറച്ച് തന്നെ ഒഴിക്കണുള്ളൂ, അല്ലെങ്കിൽ മിക്സിയിലാകെ തൂവിപ്പോവും. പിന്നെ അത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ, ഒരു ഇടത്തരം പുളിയുള്ള തൈരാണ്. പിന്നെ അതായത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. നന്നായി തന്നെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിക്കണം കേട്ടോ. അരിച്ചാൽ അല്ലെങ്കിൽ ഇതിലാകെ എല്ലാത്തിൻ്റെയും കൊറ്റനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ബാക്കിയുള്ള അരിക്കണതിന് മുന്നേ ബാക്കിയുള്ള തൈരും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വരാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരരിപ്പ വെച്ചിട്ട് അത് അതിലത്തെ ചണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. നന്നായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വേപ്പിലയിലും ചെറുനാരങ്ങയുടെ തൊലിയിലത്തെയും ഒക്കെ നീര് അതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഈ സംഭാരത്തിന് ഉണ്ടാവുക. നല്ലൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ ചെറുനാരങ്ങയുടെ ഇല അത് ഒരു പ്രത്യേക മണമാണ് നമ്മുടെ ഈ സംഭാരത്തിന്. ഈ ചൂട് സമയത്ത് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, കാലത്ത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ദാഹത്തിന് ഇത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം കേട്ടോ. പിന്നെ അതേ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടയുള്ള തൈരായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ഒരു 1/2 ഗ്ലാസും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തണുവിനായിട്ട് 2 ഐസ് ക്യൂബും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം തൈര് ഒഴിച്ച് എല്ലാ ഇലകളൊക്കെ ഇട്ട് അരച്ചപ്പോഴാണ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് കുറവുണ്ടോയെന്നൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ നമുക്ക് ദാഹത്തിന് നല്ലതാണ് കേട്ടോ. ഈ സമയത്ത് ചൂട് സമയത്ത് മോര് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ, മോരും വെള്ളം. അപ്പോൾ ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിത് ഇതുപോലത്തെ ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടായി. ഒന്നാമത് പ്രത്യേകിച്ച് ഈ ഗ്ലാസ്സിൽ കൂടി ഒഴിക്കുമ്പോൾ തണുവും പിന്നെ ഈ ഗ്ലാസിൻ്റെ ഒരു മണം കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നാരങ്ങയുടെ ഇല ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് നുള്ളിയിട്ട് മുകളിലിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കീറി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ തൈരിൻ്റെ ഈ മോരും വെള്ളത്തിന് നല്ല ടേസ്റ്റാട്ടോ. പിന്നെ അത് ഓരോ ഐസ് ക്യൂബും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കുടിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ചോറ് ഉണ്ണുമ്പോഴും നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം അതൊഴിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കുടിച്ച് നോക്കിയോളൂ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതുപോലെ സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.